പോവുകയാണ്. വന്യജീവി ആക്രമണങ്ങളെ തടയാനുള്ള ഫെൻസിങ്ങുകളുടെ കണക്ക് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വയനാട്ടിലെ ഫെൻസിങ്ങുകളുടെയും കിടങ്ങുകളുടെയും രൂപരേഖ ഹാജരാക്കാനാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ബിനിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ബിനിൽ, എന്താണിപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം? എവിടെയൊക്കെ ഫെൻസിങ് ഏതൊക്കെ തരത്തിൽ ഉണ്ട് എന്നുള്ളതാണോ? എന്താണ് കോടതി നടപടി? എങ്ങനെയാണ്? അക്ഷയ, വിവിധതരം ഫെൻസിങ്ങുകളെക്കുറിച്ചും വന്യജീവികൾ കാടിറങ്ങി വരുന്നത് തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ മാതൃഭൂമി ന്യൂസ് ഇന്ന് വലിയ വിശദമായൊരു ക്യാമ്പയിൻ തന്നെ നൽകിയിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഹൈക്കോടതിയുടെയും ഇക്കാര്യത്തിലുള്ള ഒരു ഇടപെടൽ വരുന്നത്. കാരണം വയനാടാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഫോക്കസ് പോയിന്റ് എന്നത്. കാരണം വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത്. ആ മേഖലയിൽ എത്രമാത്രം ഫെൻസിങ്ങുകളുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ എങ്ങനെയാണ് ഫെൻസിങ്ങുകൾ ചെയ്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ എത്രമാത്രം കിടങ്ങുകൾ കുഴിച്ചുകൊണ്ട് വന്യജീവികൾ കടന്നു വരുന്നത് തടയാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാം തന്നെ ഒരു മാപ്പ് ഹാജരാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ജില്ലയുടെ വിശദമായ ഒരു രൂപരേഖ തന്നെ വനം വകുപ്പിന് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. അതൊക്കെ പരിശോധിച്ച ശേഷം കോടതി തുടർ നടപടികളിലേക്ക് പോകുന്നു എന്നതാണ്. അതായത് വന്യജീവികൾ കാടിറങ്ങി വരുന്നത് തടയാൻ എത്രമാത്രം ഫലപ്രദമായ മാർഗങ്ങൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് കോടതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ വേനൽക്കാലം ശക്തമാകാനിരിക്കുന്നു. അപ്പോൾ കൂടുതൽ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കോടതി അവയുടെ കുടിവെള്ള സ്രോതസ്സുകൾ എത്രമാത്രമുണ്ട് വയനാട് ജില്ലയിൽ എന്നതുകൂടി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വൈദ്യുതി വേലികൾ, കിടങ്ങുകൾ, അങ്ങനെയുള്ള അതായത് വൈദ്യുതി വേലി മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ പ്രശ്നമാകാറുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഫെൻസിംഗ് മതിയാകാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ആ ആശങ്ക കോടതി കണക്കിലെടുക്കുന്നുണ്ടോ? അത് പരിഗണിച്ച് എന്തെങ്കിലും അഭിപ്രായം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? അക്ഷയ, ആദ്യഘട്ടത്തിൽ കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മൊത്തത്തിലുള്ള ഫെൻസിങ്ങുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുക, എവിടെയൊക്കെയാണ് കിടങ്ങുകൾ ഇപ്പോൾ കുഴിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അതിനുശേഷമാണ് അത് എത്രമാത്രം ഫലപ്രദമാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളിലേക്ക് സ്വാഭാവികമായും പോകേണ്ടി വരുന്നത്. നമ്മൾ പലയിടത്തും പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഫെൻസിങ്ങുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നതാണ്. കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഫെൻസിങ് ഒരു 80% വരെ സക്സസ് ആണ് എന്നതാണ് പലരും പറയുന്നത്. പക്ഷേ ഇതിന് കൃത്യമായി അതിൻ്റെ ടച്ചുകൾ വിട്ടണം. അതായത് ഇതിലേക്ക് വള്ളിപ്പടർപ്പുകൾ പടർന്ന് കയറാൻ പാടില്ല. അങ്ങനെ വയനാട് ജില്ലയിലെ കാര്യമാണ് കോടതി പരിഗണിക്കുന്നത്. വയനാട്ടിലെ ഫെൻസിങ്ങുകൾ ഇത്രമാത്രം ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കിടങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കണക്ക് നൽകാനായുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു ജില്ലകളിലേക്കും അപ്പം തന്നെ ഇതിന്റെ എത്രത്തോളം കാര്യപ്രദമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധനയും അതിനും സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക.